ജയ് ഭീം. പണ്ട് കാലം മുതലേ റോമാ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ മുതൽ തിരുവിതാംകൂറിൻ്റെ അടിമക്കച്ചവട ചരിത്രം പരിശോധിച്ചാലും ശരി, മുതലാളിമാർ അവർക്ക് ഇഷ്ടപ്പെട്ട അടിമകളെ അവരുടെ ആവശ്യാനുസരണം ഉപയോഗിക്കുവാൻ വേണ്ടി ഈ അടിമകൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു കാരണവശാലും ഈ അടിമകൾ പരസ്പരം ആശയവിനിമയം നടത്തരുത് എന്ന അർത്ഥത്തിൽ തന്നെ കൂലിവേലയടക്കം അടിമവേലയടക്കം ചെയ്യിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നതായി ഞങ്ങൾക്കും നിങ്ങൾക്കും അറിയാം. എന്നാൽ ഈ അടിമവേലയെ ആധുനികവൽക്കരിക്കുന്നൊരു ശ്രമം ഇന്ത്യയെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അത്ര കണ്ട് വിലയിരുത്താൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിൽ ജാതി വ്യവസ്ഥിതിയെ അല്ലെങ്കിൽ അടിമ കച്ചവടത്തെ ആധുനികവൽക്കരിക്കുന്ന ഒരു രീതി ഇവിടെയുണ്ട്. അതിൽ മോചനം നേടുവാൻ ഒരുപക്ഷെ വിപ്ലവകരമായ മാറ്റം കൊണ്ടുപോകാൻ ചങ്കൂറ്റമുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ പോരാളികളോ ഒക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ അത്തരത്തിൽ അടിമക്കച്ചവടം നടന്നപ്പോൾ അതിനെ മറികടക്കാൻ, അതായത് അന്ന് അടിമക്കച്ചവടം നടക്കുമ്പോൾ ജോലിയിരിക്കുന്ന വറിയുടച്ച ആളുകളുണ്ടായിരുന്നു. അവരുടെ പ്രത്യുൽപാദന ശേഷി നശിപ്പിച്ച് കൂടെ നിർത്തുന്ന ഒരു രീതി പോലും റോമാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അതിനെ മറികടന്ന് വന്ന തൂക്കം കൂടിയ വാൾ ഉപയോഗിച്ചിരുന്ന സ്പാർട്ടക്കസ് എന്ന വിപ്ലവകാരിയുടെ കഥയും നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, അടിമത്തത്തെ ഇന്ത്യയിൽ ആധുനികവൽക്കരിക്കുമ്പോൾ അതിനെ മറികടക്കാൻ, ഈ ഇന്ത്യയിൽ അടിമത്തത്തെ ആധുനികവൽക്കരിക്കുക എന്ന് പറഞ്ഞാൽ അടിമജാതികളായി നിലനിൽക്കുന്ന ആളുകൾ ഇവിടുത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങളാണ് ഇപ്പോൾ അങ്ങനെ നിലനിൽക്കുന്നത്. അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അടിമത്തമില്ല എന്ന് പറയുന്നെങ്കിലും നിലനിൽക്കുന്ന വ്യവസ്ഥിതി അതുതന്നെയാണ്. പക്ഷേ ഇവർ വിചാരിച്ചാൽ ഇതിനെ മറികടക്കാൻ കഴിയുള്ളൂ. അതിനൊരു സൂത്രവാക്യം പറയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഇപ്പോൾ CPM പരിശോധിച്ചാൽ അതിന് ഒരു അടിമ കൂട്ടമുണ്ട്. ആ അടിമക്കൂട്ടത്തിൻ്റെ പേരാണ് പട്ടികജാതി ക്ഷേമസമിതി. BJPക്ക് പട്ടികജാതി മോർച്ച, കോൺഗ്രസ്സിന് ദളിത് കോൺഗ്രസ്, മുസ്ലിം ലീഗിന് ദളിത് ലീഗ്, കോൺഗ്രസ്സിന് കേരള കോൺഗ്രസ്സിന് ദളിത് ഫ്രണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ അത്തരം രാഷ്ട്രീയ പാർട്ടികളിലെ മുതലാളിമാർ വോട്ട് ചെയ്യുവാനും വോട്ട് സമാഹരിച്ചെടുക്കുവാനും അവരുടെ പ്രക്ഷോഭ പ്രകടന സമ്മേളന പരിപാടികൾ വിജയിപ്പിക്കാൻ ആവശ്യമായ ഒരു ടൂൾ എന്ന നിലയിലാണ് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഇതിപ്പോൾ അതിനകത്ത് നിൽക്കുന്നവർക്ക് പറയും, നമുക്ക് മാത്രമല്ല ഇതിനകത്ത് ഇത് ആസ്വദിക്കുന്ന ആളുകളുണ്ട്, അല്ലെ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവരും അത് തന്നെ. ഇപ്പോൾ CPIക്ക് AIDRM എന്ന് പറയുന്ന ഒരു ദളിത് തൊഴുത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്തരം വ്യവസ്ഥിതി അടിമത്തത്തെ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നിൽക്കുന്നത്. പക്ഷേ ഇവർ വിചാരിച്ചാൽ, ഇപ്പോൾ ഇവർ വിചാരിക്കുമ്പോൾ, ഇപ്പോൾ പട്ടികജാതി ക്ഷേമസമിതിക്കാർ വിചാരിക്കുന്നത്, ഞങ്ങൾ ഈ ഒരു പുരോഗമന സമൂഹമായ കമ്മ്യൂണിസത്തിൻ്റെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകളുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു വിഭാഗമാണെന്നാണ് അവർ ധരിക്കുന്നത്. ഇപ്പോൾ പട്ടികജാതി മോർച്ചയാണ് അവർ ധരിക്കുന്നതും. ഞങ്ങൾ ഈ രാജ്യത്തെ ഹിന്ദു സമൂഹത്തിലെ പ്രത്യേക പരിഗണനയുള്ള ഒരു വിഭാഗമായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കോൺഗ്രസ്സുകാർ ആയിട്ടുള്ള ആളുകൾ, കോൺഗ്രസ് പാർട്ടിയിലെ തൊഴുത്തിൽ കിടക്കുന്ന ആളുകൾ പറയുന്നത്, ഞങ്ങൾക്ക് ആ ദളിത് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത് ഇത് അല്പം മോടി പിടിച്ച സംവിധാനമാണ്, മതേതരത്വമൊക്കെ പറയുന്നുണ്ട്, ആ മതേതരത്വം പറയുന്ന പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരി ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇവരുടെ ഒരു മനോഭാവം നമ്മൾ പരിശോധിച്ചാൽ ഇങ്ങനെയാണ് എന്ന് പറയുവാൻ വേണ്ടി മാത്രമല്ല, ഇവർ വിചാരിച്ചാൽ ഇതിന് മറികടക്കുകയും ചെയ്യും. കാരണം ഇവർ എങ്ങനെയാണ് ഈ പാർശ്വവൽകൃതരായി അവരുടെ പാർട്ടി നിൽക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ സമുദായത്തിൻ്റെ പ്രവർത്തനം, പട്ടികജാതി വിഭാഗങ്ങളുടെ സാമൂഹിക ക്ഷേമവും അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യ പരിവർത്തനവും സാമൂഹ്യ രക്ഷയും ഒക്കെ നടത്തുവാൻ വേണ്ടിയാണ് ഞങ്ങൾ നിലനിൽക്കുന്നതെന്ന അർത്ഥത്തിലാണ് അവർ അതേ പാർട്ടികൾ നിൽക്കുന്നത്. പക്ഷേ ഇവരെ കൊണ്ട് നടത്താൻ കഴിയുമോ? ഇവരെ കൊണ്ട് നടത്താൻ കഴിയില്ല. ഇവരാരോടാണ് മത്സരിക്കുന്നത്? PKSകാരൻ ആരോട് മത്സരിക്കും? PKSകാരൻ പട്ടികജാതി മോർച്ചയോട് മത്സരിക്കും. പട്ടികജാതി മോർച്ച ആരോട് മത്സരിക്കും? അവർ ദളിത് കോൺഗ്രസ്സുകാരോട് മത്സരിക്കും. അപ്പോൾ ഇവരാണ് പരസ്പരം മത്സരിക്കുന്നത്. അവിടെ ഇവരെ നിയന്ത്രിക്കുന്ന മുതലാളിമാർക്ക്, രാഷ്ട്രീയ പ്രമാണിമാർക്ക് ഒരു കുഴപ്പമില്ല.
അവരിത് കണ്ട് ആസ്വദിക്കുകയാണ്. ഇവർ കിടന്ന് തമ്മി തല്ലുന്നത് കണ്ട് അവരാസ്വദിക്കുകയാണ്. അവർക്ക് ആവശ്യവും അതുതന്നെയാണ്. അപ്പോൾ ഇവർ ഈ പട്ടികജാതി മോർച്ചയും PKS-ഉം ഈ ദളിത് കോൺഗ്രസും ഒക്കെ പരസ്പരം മത്സരിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എൻ്റെ സമുദായത്തിൻ്റെ, എൻ്റെ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വേണ്ടിയാണ് ഞാൻ നിലനിൽക്കുന്നത്, ഈ ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഞങ്ങളാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ ഇവർ വിചാരിച്ചാൽ ഇവരെ നിയന്ത്രിക്കുന്ന മുതലാളിമാരെ താഴെയിടാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ റോമാ സാമ്രാജ്യത്തിൽ വറിയുടയ്ക്കപ്പെട്ട് മാറ്റി നിർത്ത അടിമവേല ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിനെ മോചിപ്പിക്കാൻ സ്പാർട്ടക്കസ് എന്ന് പറയുന്ന ഒരാൾ വരേണ്ടി വന്നു. ആ സ്പാർട്ടക്കസ് തൂക്കം കൂടിയ വാൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്താണ് ഈ മുതലാളിമാരെ അല്ലെങ്കിൽ ഈ ചക്രവർത്തിമാരെ അടിച്ച് ഒതുക്കി കൊല ചെയ്ത് ഇല്ലാതാക്കി വ്യവസ്ഥിതി മാറ്റിയെടുത്തത്. ഇവിടെ അതിനൊരു സാധ്യതയുണ്ട്. കേരളത്തിലും അതിനൊരു സാധ്യതയുണ്ട്. കേരളത്തിൽ നിങ്ങളൊക്കെ നിങ്ങളുടെ ഈ പട്ടികജാതി മോർച്ചയും PKS-ഉം ദളിത് കോൺഗ്രസും ഈ AIDR-ഉം ഒക്കെ നിങ്ങൾ പട്ടികജാതിക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട്, ഞങ്ങളുടെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കൊന്ന് ഒന്നിച്ചുകൂടാന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളെല്ലാവരും സ്വന്തം പാർട്ടിയിലെ പട്ടികജാതിക്കാർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്, അവരുടെ നോമിനിയാണ്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒന്നിച്ച് നിന്നുകൂടാന്നാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജാതികളായി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്ന ഈ തൊഴുത്തിൽ നിന്ന് മാറി നിങ്ങൾ തിരിച്ചറിയണം. എന്നിട്ട് നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം. പട്ടികജാതി ക്ഷേമ സമിതിക്കാരനായ പട്ടികജാതിക്കാരനും ദളിത് കോൺഗ്രസ്സുകാരനായ കോൺഗ്രസ്സുകാരനും AIDR-കാരനായ അടിമകളായിട്ടുള്ള CPI-കാരനും PKS-കാരായ CPM-കാരനും ഇവരെല്ലാം ചേർന്നിട്ട് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക. നിങ്ങളെ നിയന്ത്രിക്കുന്ന മുതലാളിമാരുടെ ആസ്തമനം അവിടെ ആരംഭിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ഈ അടിമപ്പണിക്ക് ഒരവസാനമുണ്ടാകുകയും നിങ്ങൾ പുരോഗമനവാദികളായി മാറുകയും ചെയ്യും. എന്തുകൊണ്ട് ഈ PKS-ഉം പട്ടികജാതി മോർച്ചയും ദളിത് കോൺഗ്രസിൻ്റെയും ദളിത് ലീഗിൻ്റെയും AIDR-ൻ്റെയും നേതാക്കന്മാർക്ക് ഒന്നിച്ചിരുന്നുകൂടാ? എന്താണ് നിങ്ങൾ ഒന്നിച്ചിരിക്കാത്തത്? നിങ്ങൾ ഒന്നിച്ചിരുന്നാൽ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി മാറും. കേരളത്തിൽ നിങ്ങളെ അടിമകളാക്കി വെച്ചിരിക്കുന്ന ഇതേ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരുടെ, സവർണരുടെ, ഇവരെല്ലാവരും സവർണ ഹിന്ദു മനോഭാവമാണ് ഇവർക്കെല്ലാം, ഈ ആളുകളുടെ അധികാര കസേരകൾക്ക് ഇളക്കം സംഭവിക്കും. നിങ്ങളൊന്ന് മാറിയാൽ, നിങ്ങളൊന്ന് ഒന്നിച്ചിരുന്നാൽ, ഇത്രയും അടിമക്കൂട്ടങ്ങളുടെ നേതാക്കന്മാർ ഒന്നിച്ചിരുന്നാൽ കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യത്തിന് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അടിമ രാഷ്ട്രീയ, അങ്ങനെ വേണം പറയാം, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അടിമ രാഷ്ട്രീയ സാഹചര്യത്തിന് വിഘാതം വരും. നിങ്ങൾ അധികാരികളാകും. പക്ഷേ എന്ത് വേണം? ആർജവം വേണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അയ്യൻകാളിയെ മനസ്സിലാക്കണം. രാഷ്ട്രീയ അധികാരത്തെക്കുറിച്ച് അയ്യൻകാളി പറയുന്ന പ്രധാനപ്പെട്ട 5 പ്രസംഗങ്ങളുണ്ട്. നിങ്ങളത് പഠിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? മഹാനായ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറിനെ പിന്തുടരണം. ഇവിടെ നിങ്ങൾ പിന്തുടരുന്ന ആരെയാണ്? മനുസ്മൃതിയാണ്. സുമതി ഭാർഗവൻ എന്ന മനു എഴുതിയ മനുസ്മൃതിയാണ് നിങ്ങൾ പിന്തുടരുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാണ് പരിവർത്തനം സംഭവിക്കേണ്ടത്. നിങ്ങളെ നിയന്ത്രിക്കുന്നവർക്കല്ല. അവർ ദീർഘവീക്ഷണത്തോടെയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാറ്റം സംഭവിക്കണം. സ്വന്തം പാർട്ടിയിൽ അടിമജാതികളായി ജീവിക്കുന്ന നിങ്ങൾ ഒന്നിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ പരിവർത്തനം കൊണ്ടുവരും ഈ രാജ്യത്ത്. അത് ലോകത്തിലെ ഏറ്റവും വലിയ പരിവർത്തന സിദ്ധാന്തവുമായിരിക്കും. കാരണം വിവിധ ഇടങ്ങളിൽ കിടക്കുകയാണ് നിങ്ങൾ അടിമകളായിട്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഇവിടെ VD സതീശനല്ല, രമേശ് ചെന്നിത്തലയല്ല, പിണറായി വിജയനും ഗോവിന്ദനുമല്ല, രാജീവ് ചന്ദ്രശേഖരനല്ല, ബിനോയ് വിശ്വ അല്ല, ദൈവം തമ്പുരാൻ വന്നാൽ പോലും നിങ്ങളെ തടുക്കാൻ കഴിയില്ല. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നിക്കണം. നിങ്ങൾ ഒന്നിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടിമത്തത്തെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ ആധുനികവൽക്കരിച്ചുകൊണ്ടിരിക്കും. നിങ്ങളെന്ത് ചെയ്യും? അടിമത്തം ആസ്വദിക്കുകയും അത് ആഘോഷിക്കുകയും നിങ്ങൾ തന്നെ പരസ്പരം മത്സരിക്കുകയും ചെയ്യും. വീണ്ടും വിചാരമാണ് ആവശ്യം. ജയ് ഭീം.